എവ്രിവൺ എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു കേസാണ്. അതോടൊപ്പം തന്നെ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 3 കേസസിലുള്ള ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ് നോക്കുന്നത്. ഒന്ന് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി, സെക്കൻഡ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ് ആൻഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗിവൺ ബൈ ദ ഓണർ ടു ദ ടെനൻറ്റ് ഫോർ സം കൺസിഡറേഷൻ ഈസ് ട്രീറ്റഡ് ആസ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അതായത് ഹൗസ് ഓണർ ഒരു ടെനൻറ്റ് വാടകയ്ക്ക് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ വാടകയ്ക്ക് വീടെടുക്കുന്ന വ്യക്തിയാണ് ടെനൻറ്റ്, ഓണറായിരിക്കും അസസി. ഓക്കെ, അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന പ്രോപ്പർട്ടീനെയാണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പയർ ചെയ്തിട്ടാണ് MRV FRV വിച്ച് എവർ ഈസ് ഹയർ കമ്പയർ വിത്ത് SRV, ലോവർ വാല്യൂവിന് ERV എന്ന് പറയും. ദെൻ നമ്മൾ ആക്ച്വൽ റെൻ്റൽ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ഹയർ, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ദെൻ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള 3 ഡിഡക്ഷൻസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ, അത് നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30%. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 1/5. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി MRV, അതുപോലെ തന്നെ ആക്ച്വൽ റെൻ്റൽ വാല്യൂ ARV, റെൻറ്റ് ആസ് പെർ റെൻറ്റ് കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് നമുക്കറിയാം സ്റ്റാൻഡേർഡ് റെൻ്റാണ്, SRV ആണ്. നമുക്കറിയാം SRV മീൻസ് ദ റെൻറ്റ് ഫിക്സ്ഡ് ബൈ ആസ് പെർ റെൻറ്റ് കൺട്രോൾ ആക്ട് ആണ്. അപ്പോൾ അത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. ദെൻ മുനിസിപ്പൽ ടാക്സും അതുപോലെ തന്നെ 5% എഡ്യൂക്കേഷൻ സെസ്സും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് GAVയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്ന വാല്യൂസാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഫോർമാറ്റിൽ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണണം, ദെൻ മുനിസിപ്പൽ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ദെൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള ഡിഡക്ഷൻസും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് അവിടെ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആണോ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണോ എന്നാണ്. അപ്പോൾ ഈ കേസിൽ ഇത് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതാം. MRV 8,000 പെർ മന്ത് ആണ്. അപ്പോൾ നമുക്കിവിടെ മന്തിൽ തന്നിട്ടുള്ള കാരണം 8,000 × 12 കാണാം. അപ്പോൾ 96,000 MRV കിട്ടും. ദെൻ ARV ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 8,500 പെർ മന്ത് ആണ്. അപ്പോൾ 8,500 × 12 നമുക്ക് 1,02,000 കിട്ടി. ദെൻ റെൻറ്റ് ആസ് പെർ റെൻറ്റ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്നത് SRV ആണ്, 9,000. അപ്പോൾ 9,000 × 12 1,08,000. ഓക്കെ, അറിയാം ഇവിടെ വേക്കൻസിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ ഈ യൂഷ്വലി ചെയ്യുന്ന കമ്പാരിസൺ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ MRV FRV കമ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ FRV ഇല്ല, അപ്പോൾ നമ്മൾ MRV ആ വാല്യൂവിനെ ഹയർ ആയിട്ട് എടുക്കണം, 96,000. ദെൻ അതിനെ SRV വെച്ച് കമ്പയർ ചെയ്യുക. SRV 1,08,000 ആണ്. അപ്പോൾ 96,000ഉം 1,08,000ഉം കമ്പയർ ചെയ്യുമ്പോൾ ലോവർ വാല്യൂ നമുക്കറിയാം 96,000 ആണ്. ഈ 96,000 ആണ് ERV എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ദെൻ ഇറ്റ് ഹാവ് ടു ബി കമ്പയർ വിത്ത് ആക്ച്വൽ റെൻ്റൽ വാല്യൂ 1,02,000. ഈ 96,000ഉം 1,02,000ഉം കമ്പയർ ചെയ്യുമ്പോൾ ഹയർ എന്ന് പറയുന്നത് 1,02,000 കിട്ടി. അതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ 1,02,000. നമ്മൾ ഈ ഗ്രോസ് ആനുവൽ വാല്യൂ 1,02,000 സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ 1,02,000 എഴുതാണ്. ദെൻ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെസ്സും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 7%, 5 + 2% 7%.
അത് ഓൺ മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നുണ്ട്. അതായത് MRV ആണ് മുനിസിപ്പൽ വാല്യൂ അല്ലേ. അപ്പോൾ MRVയുടെ 7% ആണ് മുനിസിപ്പൽ ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ MRV നമുക്കറിയാം 8,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ 8,000 പെർ മന്ത് ആണ്. 8,000 × 12 96,000. അതിൻ്റെ 7% 6,720 നമുക്ക് കിട്ടി. ഇനി അത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഈ 6,720 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ആനുവൽ വാല്യൂ 95,280 നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള ഐറ്റംസ് ഈ നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് അല്ലേ. നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30% ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ ഓൾറെഡി 95,280 നമുക്ക് കിട്ടി. അതിൻ്റെ 30% എന്ന് പറയുമ്പോൾ 28,584 ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോണും അതുപോലെ 1/5 ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡും നമ്മൾ നോർമലി അത് കാൽക്കുലേറ്റ് ചെയ്യാണ്. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ നമുക്കത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലങ്ങളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇവിടെ പറയുന്നുണ്ട് പ്രീവിയസ് ഇയറിൽ 14% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ്ലി എഴുതാം. 1/5 ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ 1 lakh തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 1/5 നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് 20,000 കിട്ടി. ഓക്കെ. അപ്പോൾ ഈ 3 അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള ഐറ്റംസ് കിട്ടുമ്പോൾ അത് ആഡ് ചെയ്യുക. 62,584 നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ അത് നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഈ അണ്ടർ സെക്ഷൻ 24 ഉള്ള 62,584 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 32,696 നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസാണ്. നെക്സ്റ്റ് നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസ് നോക്കാം. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓണർ തന്നെ സ്വന്തം ഹൗസ് പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ പർപ്പസസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി മീൻസ് ഇഫ് ദ ഓണർ ഓഫ് ദ ഹൗസ് ഈസ് യൂസ് ദ ഹൗസ് പ്രോപ്പർട്ടി ഫോർ ഹിസ് റെസിഡൻഷ്യൽ പർപ്പസ്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഇതിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നില്ലായിരിക്കും. നമ്മൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ പോലെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണ്ട. നമുക്കറിയാം ഇവിടെ ആ വ്യക്തി തന്നെയാണ് ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ റെൻറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. മറ്റൊരു കേസ് എന്ന് പറയുന്നത് പേഴ്സൺ ഹാവ് മോർ ദാൻ 2 ഹൗസസ്. അതായത് 2 ഹൗസിൽ കൂടുതലായിട്ട് അവർക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, സ്വന്തമായിട്ട് ഹൗസസ് ഉണ്ട്. അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ 2 ഹൗസസിനെ നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടും ബാക്കിയുള്ള ഹൗസസിനെ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ടാണ് കണക്കാക്കുക. അതായത് ബാക്കിയുള്ള ഹൗസസിനെ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിലും അത് വാടകയ്ക്ക് കൊടുത്ത പോലെയുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പേഴ്സൺ ഹാവ് 4 ഹൗസസ് 1 2 3 4, ഈ കേസിൽ ഏതെങ്കിലും 2 ഹൗസസിനെ 1 2 ആവാം, അല്ലെങ്കിൽ 2 3 ആവാം, 1 3 ആവാം, ഏതെങ്കിലും 2 ഹൗസസിനെ നമുക്ക് എന്താക്കി എടുക്കാം? സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാം. അതിൻ്റെ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. നമ്മൾ കാൽക്കുലേഷൻ ഒന്നും വേണ്ട. ഓക്കെ. ബട്ട് ബാക്കി 2 ഹൗസസിന് 4 ഹൗസിലെ 2 സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ ബാക്കി 2 ഹൗസസിനെ നമ്മൾ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നമ്മൾ ആ 2 ഹൗസസിൻ്റെ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ MRV FRV വിച്ച് ഈസ് ഹയർ അങ്ങനെ കണ്ടിട്ട് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. ദെൻ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ദെൻ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ നില്ലാണ്, 0 എന്ന് എടുക്കുന്നു. ബട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്റ്റ് ചെയ്യാം. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് നമ്മൾ എന്താ ചെയ്യുക? ആനുവൽ വാല്യൂവിൽ നിന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള ഡിഡക്ഷൻസ് കുറയ്ക്കുക. പക്ഷേ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ആനുവൽ വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർ സെക്ഷൻ 24 പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അല്ലാതെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 വരുന്ന ആ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ, ഫോർ
ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ആണ്. ഇവിടെ നെറ്റ് ആനുവൽ വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി എന്തും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ബട്ട് അതിൽ നിന്ന് അണ്ടർ സെക്ഷൻ 24 പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. എത്ര എമൗണ്ട് മാക്സിമം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ 2 കണ്ടീഷൻസ് വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കേസ് എന്ന് പറയുന്നത് ലോൺ ടേക്കൺ ഫോർ ദ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ആഫ്റ്റർ 31st മാർച്ച് 1999. മാർച്ച് 31st 1999 ആഫ്റ്റർ ആണെങ്കിൽ നമ്മൾ 2 ലക്ഷം വരെ ഡിഡക്ഷൻ നമുക്ക് അലൗഡ് ആണ്. ഈ ഒരു പീരീഡ് 31st മാർച്ച് 1999 മുൻപാണെങ്കിൽ നമുക്ക് 30,000 വരെയാണ് ഡിഡക്ഷൻ ഉണ്ടാവുക. അത് കൺസ്ട്രക്ഷനും പർച്ചേസിനും ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ റിപ്പയേഴ്സിന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 30%, റിനോവേഷൻ റീകൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് 30% വരെ 30,000 വരെയാണ് നമുക്ക് മാക്സിമം എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇവിടെ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ഈ പീരീഡ് ഓർക്കുക, 31st മാർച്ച് 1999. ഓക്കെ, അതിന് ആഫ്റ്റർ ആണെങ്കിൽ 2 ലക്ഷം വരെ ഡിഡക്ഷണബിളും, അതുപോലെ ബിഫോർ ആണെങ്കിൽ നമുക്ക് 30,000 വരെയും ഡിഡക്ഷൻ അലൗഡ് ആണ്. ഓർക്കുക, നമ്മൾ ഈ വീട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ടാണ് ആ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ എടുത്ത പീരീഡ് തൊട്ട് വിത്തിൻ 5 ഇയേഴ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ 2 lakh ഡിഡക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ റിനോവേഷൻ റിപ്പയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് 30,000 വരെയാണ് ആ ഡിഡക്ഷൻ എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ 3ാമത്തെ കേസാണ്. ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ഇതിന് ശേഷം ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു, സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് 2 തരത്തിൽ വരാം. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൽഫ് ഒക്യുപ്പൈഡ് പകുതി, ബാക്കി ലെറ്റ് ഔട്ട്. 2 കേസിൽ എങ്ങനെയാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പറയുന്നത് ഒരു ഹൗസ്, അതിൻ്റെ ഒരു പാർട്ട് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി, ബാക്കി ഭാഗം ലെറ്റ് ഔട്ട് ചെയ്തതാണെന്ന് വിചാരിക്കുക. നമ്മൾ അപ്സ്റ്റെയർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ താഴത്തെ നില സെൽഫ് ഒക്യുപ്പൈഡും മേളിലത്തെ നില നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യാണ്, ലെറ്റ് ഔട്ട് ചെയ്യുന്ന. അങ്ങനെ ഒരു കേസാണെങ്കിൽ ഇവിടെ ഒരു പോർഷൻ സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ബട്ട് ബാക്കി പോർഷൻ എന്ന് പറയുന്നത് എന്താ, ലെറ്റ് ഔട്ടാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ കമ്പയർ ചെയ്തിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. ദെൻ എന്ത് ചെയ്യുക, അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്, ഇനി മറ്റൊരു കേസിൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 1 ഇയർ 1 ഇയറിലെ ഒരു 5 മാസം ഹൗസ് എന്തായിരുന്നു, സെൽഫ് ഒക്യുപ്പൈഡ് ആയിരുന്നു. നമ്മളതിൽ ആ ഓണർ താമസിക്കുന്നുണ്ട്. ദെൻ ബാക്കി 7 മാസത്തേക്ക് എന്ത് ചെയ്യാണ്, ആ ഹൗസ് ലെറ്റ് ഔട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുണ്ടാവുക, നേരത്തെ പോലെ തന്നെയാണ്. ആ 5 മാസം എന്തായിട്ട് എടുക്കും, അത് സെൽഫ് ഒക്യുപ്പൈഡ് ആയ കാരണം ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ബാക്കി 7 മാസം അത് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി കാൽക്കുലേഷൻ ചെയ്യുന്ന പോലെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം, മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക, നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ഈ 3 കേസസിലുള്ള കാൽക്കുലേഷൻസ്, ടാക്സ് ട്രീറ്റ്മെൻറ്റും കമ്പ്യൂട്ടേഷനും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ കാര്യം നമ്മളൊരു പ്രോബ്ലം ചെയ്തു. അപ്പോൾ നോർമലി ചെയ്യുക, ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം, ദെൻ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ദെൻ എന്താണ്, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസാണ്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ആനുവൽ വാല്യൂ എപ്പോഴും നില്ലായിരിക്കും. ബിക്കോസ് അതിൽ നിന്ന് റെൻ്റൊന്നും കിട്ടുന്നില്ല, ആ ഓണർ അവിടെ താമസിക്കുകയാണ്. നമുക്കിവിടെ എന്ത് ഡിഡക്റ്റ് ചെയ്യാം, അണ്ടർ സെക്ഷൻ 24 ഉള്ള എല്ലാ ഡിഡക്ഷനും പറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്റ്റ് ചെയ്യാം, ബട്ട് അതിനൊരു ലിമിറ്റ് ഉണ്ട്.
പീരീഡ് നോക്കിയിട്ട് 31 മാർച്ച് 1999 ബിഫോർ ആണോ ആഫ്റ്റർ ആണോ എന്ന് നമ്മൾ നോക്കും. ഇവിടെ ലോൺ എടുത്തിരിക്കുന്നത് പർച്ചേസിനും കൺസ്ട്രക്ഷനും വേണ്ടിയിട്ട് എന്താണ് ആഫ്റ്റർ 31 മാർച്ച് 1999 ആണെങ്കിൽ 2 ലാക്ക് വരെയും ബിഫോർ ആ പീരീഡ് ആണെങ്കിൽ 30,000 ആണ്. അതുപോലെ റിപ്പയർ റിനോവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് 30,000 വരെ നമുക്ക് ഡിഡക്ഷൻ ചെയ്യാം. ആനുവൽ വാല്യൂ ഇനി ഇല്ലാണെങ്കിലും ഈ 30,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. മറ്റൊരു കേസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സെൽഫ് ഓക്യുപ്പൈഡും അതുപോലെ തന്നെ ലെറ്റ് ഔട്ടാണ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇയറിൽ പകുതി ഭാഗം എന്താണ് സെൽഫ് ഓക്യുപ്പൈഡും ബാക്കി ഭാഗം ലെറ്റ് ഔട്ട് ആവാം. അല്ലെങ്കിൽ ഒരേ ഹൗസ് തന്നെ പകുതി ഭാഗം സെൽഫ് ഓക്യുപ്പൈഡ് ആവാം, ബാക്കി ഭാഗം ലെറ്റ് ഔട്ട് ആവാം. അപ്പോൾ ലെറ്റ് ഔട്ടിൻ്റെ കേസിൽ നമ്മൾ നോർമലി ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ ആ പോർഷൻ നമ്മൾ എന്താണ് ആനുവൽ വാല്യൂ നില്ലായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഈ തിയറി പോർഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക, അതെല്ലാം നോട്ടിൽ എഴുതി വയ്ക്കുക. അടുത്ത ദിവസം നമുക്ക് ഈ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.